ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിച്ചാണ്. നമുക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. പറമ്പില കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തിന് ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ് ഉണ്ടാക്കണം. മുട്ടക്കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട ഉടച്ച് നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ട് പാകത്തിനാക്കി വെച്ചതാണ് കേട്ടോ. ഇത് അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ പാർന്നൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ആ കോഴിമുട്ട ഉടച്ചതിൽ അത് തീക്കടി പാർന്ന് കൊടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കല്ലോ കേട്ടോ. നമ്മൾ ചിക്കി പിന്നെ ചെറിയല്ലോ, അതായത് ചിക്കി എടുക്കല്ലോ, അതേപോലെ നമുക്ക് ചിക്കി എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങോട്ട് പറയാം, ഇങ്ങനെ ഈ കറി ഉണ്ടാക്കാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല രസമാണ്, എന്നാലും നമുക്ക് എളുപ്പമാണ് കറി ഉണ്ടാക്കാനൊക്കെ കേട്ടോ. രാവിലെയൊക്കെ പത്തിരിക്കോ പുട്ടിനോ ചപ്പാത്തിക്കോ വെള്ളപ്പത്തിനോ ഒക്കെ കറി ഉണ്ടാക്കാമെന്ന് പ്രയാസപ്പെടുമ്പോൾ 2 കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല എളുപ്പമാണ്. കറി വേണ്ടാവും ചെയ്യും, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കണ്ട് മുരിച്ചെടുക്കരുതേ ഈ കോഴിമുട്ട ചിക്കിയത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് വേറെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണൊക്കെ ചൂടായിക്കന്നെ ഇഞ്ചി കരിവേപ്പില വെളുത്തുള്ളി ചതച്ചതല്ല കേട്ടോ, ചെറുങ്ങനെ എരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 2 തക്കാളിയാണ് ഇതിലേക്ക് ഇടണം കേട്ടോ. അതിൽ 1 തക്കാളി നല്ലോണം വെള്ളം കൂട്ടാതെ അരച്ച് വെച്ചിട്ട് 1 തക്കാളി കൂടെ മുറിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1 സവാള കേട്ടോ, കുറേ സവാളയൊന്നും വേണ്ട, 1 സവാള ഞാനിതാ എരിഞ്ഞിട്ട് ഇത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് വാടി വരട്ടെ. സവാള നല്ലോണം വാടിയിട്ട് നമ്മൾ തക്കാളി ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ. കൂട്ടത്തൊക്കെ കുടുംബത്തേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നേക്ക് നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഇതിൽ കിടത്ത് നല്ലോണം ഇങ്ങോട്ട് വെന്ത് ഉടഞ്ഞിങ്ങോട്ട് വരണം. അതുവരെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചൊക്കെ നമുക്ക് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്ത് വിരൽ തുടങ്ങിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി പേസ്റ്റ്, അതായത് അരച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്കാട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കട്ടോ. തക്കാളി പേസ്റ്റും ഉള്ളിയും ഒക്കെ കൂടി ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം പാർന്ന് കൊടുക്കണം. അപ്പം ഞാൻ മിക്സിൻ്റെ ജാറിക്ക് തന്നെ കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തേരി, പച്ചവെള്ളമല്ല കേട്ടോ, ചുടുവെള്ളമാണേ. അത് പാർന്ന് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി മൂടി വെച്ച് നല്ലോണം ഇങ്ങോട്ട് ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി തുറന്ന് വെക്കുമ്പം ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, കണ്ടില്ലേ, കുറേയൊക്കെ വറ്റി വന്നതാണ്, നല്ലോണം വെന്തും ചെയ്തെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവ് കുറച്ച് മതി, നല്ലോണം എരിവ് വേണ്ട. എരിവ് കൂടുതലുള്ളവർക്ക് 2 പച്ചമുളകും ഒക്കെ ഇതിലേക്ക് മുറിച്ചിട്ടാൽ നല്ല എരിവുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകമല്ലേ, ആ പെരിഞ്ചീരകം പൊടിച്ച് ലേസിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട ചിക്കിയില്ലേ, അത് ഇതിലേക്കട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഈ കോഴിമുട്ട ചിക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ തന്നെ വെള്ളമില്ലാതെ പരട്ടാക്കി വേണ്ടവർക്ക് അങ്ങനെയും ഇതേപോലെ അത് യൂസ് ചെയ്യുക കേട്ടോ. അല്ല വെള്ളം ചാറ് വേണ്ടവർക്ക് ലേശം കൂടി വെള്ളം പാർന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഏതായാലും മൂടി വെച്ചൊക്കെ വേവിച്ച് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് നമ്മളെ കറി ഇത് അവിടെ റെഡി ആയിന് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഒക്കെ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മക്കളെ നമ്മളിതാ നല്ല അടാറ് മുട്ടക്കറി ഇവിടെ റെഡി ആയിന്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.